എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. രാവിലെ മുതൽ നമ്മൾ ന്യൂസ് ചാനൽസിലും ഓൺലൈൻ ന്യൂസിലൊക്കെ കാണുന്ന ഒരു വാർത്ത എന്തെന്നാൽ, റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കാൻ ഇന്ത്യക്ക് ഇളവ് കൊടുത്ത് അമേരിക്ക. അതായത് അമേരിക്ക ഒരു അവതാരം തന്നതുപോലെ ഉള്ളൊരു വാർത്ത ഇവിടുത്തെ മാധ്യമങ്ങളും വളച്ചൊടിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമ്മൾ ചിന്തിച്ചു പോകാം, അല്ല അമേരിക്കയുടെ അനുവാദം വേണോ നമുക്ക് റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കാനും തോന്നിപ്പോകാമല്ലേ. അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റില്ല, കാരണം നമ്മളെല്ലാം സാധാരണക്കാരാണ്, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. എന്നാൽ ഇത് പല രീതിയിലുള്ള മോശമായിട്ടുള്ള വിമർശനങ്ങളും വളച്ചൊടിക്കലും അത്രത്തോളം അസഭ്യപരമായിട്ടുള്ള കമൻറ്റുകളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തുവാണെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ചുരുക്കി ചെറുതായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഒരു വാർത്ത കാണുമ്പോൾ, പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്സ് ഒക്കെ ബന്ധപ്പെട്ടൊരു കാര്യം നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ സോഴ്സിൽ പോയി മനസ്സിലാക്കിയില്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ നമ്മളും വീണ് പോകും എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ട മറ്റു ചില സത്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാ കാര്യങ്ങളുമാണ് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയാറുള്ള പോലെ തന്നെ ഈ കഴിയുന്ന ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചേക്കാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ അടുത്തടുത്ത വീഡിയോസ് യൂട്യൂബ് അൽഗോരിതം നിങ്ങളുടെ ഫീഡിലേക്ക് കൊണ്ടുവരത്തുള്ളൂ. ഇങ്ങനെയുള്ള യുദ്ധവും സംഘർഷവും ഒക്കെ എല്ലാവർക്കും പേടിയുണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇൻവെസ്റ്റേഴ്സിനൊക്കെ മാർക്കറ്റ് ഡൗൺ ആവുന്നതുകൊണ്ട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇനി ഇൻവെസ്റ്റ് ചെയ്താൽ പൈസ പോകുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടാവും. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോൾ നിഫ്റ്റി 50 ആണെങ്കിൽ തുടക്കത്തിൽ സംഘർഷ സമയങ്ങളിൽ ഇടിയുകയും അത് കഴിഞ്ഞിട്ട് കുതിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഇതാണ്. ഇനി ഇൻവെസ്റ്റ് ചെയ്ത പണം പോകുന്ന പേടിയാണെങ്കിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട്, അതായത് ഇട്ട പൈസ പോകില്ലെന്ന് 100% ഉറപ്പോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലൊരു അവസരം ഇപ്പോൾ നമ്മുടെ HDFC ലൈഫ് ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യ സെക്ടേഴ്സ് ലീഡേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന NFO ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ഓരോ സെക്ടറിലും മുന്നിട്ട് നിൽക്കുന്ന ലീഡിംഗ് കമ്പനീസിലേക്കായിരിക്കും നിങ്ങളുടെ പണം പോകുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തേക്കാം. അവിടെ പോയി കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും വേണമെങ്കിൽ അവരുടെ ഒരു ഏജന്റ് നിങ്ങളുടെ വീട്ടിൽ വന്ന് നേരിട്ട് പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള, അത് അവൈൽ ചെയ്യാനുള്ള സൗകര്യമുണ്ടാവും. HDFC ലൈഫിന്റെ തന്നെ മുൻകാല ഫണ്ടുകൾ പരിശോധിച്ചാൽ ഡിസ്കവറി ഫണ്ട് 23.1% ശരാശരി റിട്ടേൺസ് ആണ് കഴിഞ്ഞ 7 വർഷത്തിൽ ഓരോ വർഷവും നൽകിയിട്ടുള്ളത്. ഇവിടെ NAV 10 രൂപയാണ്. നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ എമൗണ്ട് നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. മാസം അടയ്ക്കുന്ന എമൗണ്ടിന് 120 ഇരട്ടി വരുന്ന ലൈഫ് കവർ ലഭിക്കുന്നതിനോടൊപ്പം വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സും ഉണ്ടായിരിക്കില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് നിക്ഷേപിക്കാൻ സാധിച്ചാൽ 2 കോടി റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയും അവിടെ നോക്കിയാൽ കാണാം. പിന്നെ ഇവിടെ 5 വർഷം ലോക്ക് ഇൻ പീരീഡുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്രയും കാലം തുടർച്ചയായി മാറ്റിവെക്കാൻ കഴിയുന്ന എമൗണ്ട് തിരഞ്ഞെടുക്കുക. മാർച്ച് 16 NFO ലാസ്റ്റ് ഡേറ്റ്, അതായത് ഇനി 11 ദിവസം കൂടെ ബാക്കിയുള്ളൂ. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. നമ്മൾ കണ്ട ഈ വാർത്തയുണ്ടല്ലോ, അതായത് അമേരിക്ക ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ ഒരു ഇളവ് കൊടുത്തു എന്ന് പറയുന്ന വാർത്ത, ഇതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ സോഴ്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രഷറി പുറത്തിറക്കിയിട്ടുള്ള ഒരു സർക്കുലറാണ്. ജനറൽ ലൈസൻസ് 133 എന്നുള്ളതാണ് അതിൻ്റെ പേര്. അതിൻ്റെ മുകളിലായിട്ട് ഒരു 10 ഗവൺമെൻറ് ഓർഡേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് പ്രാബല്യത്തിലുള്ള അമേരിക്കൻ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുള്ള നിയമങ്ങളാണവ. ആ നിയമങ്ങൾക്ക് ചെറിയൊരു അമെൻമെൻറ്റ്, അതായത് നമ്മുടെ നാട്ടിൽ ഒരു നിയമം നിൽക്കുന്നുണ്ടെന്ന് വയ്ക്കുക, പ്രത്യേക ഒരു സാഹചര്യത്തിൽ ആ നിയമത്തിന് കുറച്ച് ഇളവുകൾ കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് മറ്റൊരു സർക്കുലർ ഇറക്കുമല്ലേ. ഇത്രയും നിയമങ്ങൾ നിലവിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഈ സാഹചര്യത്തിൽ ഇന്ന കാര്യത്തിന് മാത്രം ചെറിയൊരു ഇളവ് കൊടുക്കാമെന്ന് പറഞ്ഞ് ആ ഇളവ് വിശദീകരിക്കുമല്ലേ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇതിൽ പ്രാബല്യത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട 10 നിയമങ്ങൾ പറയുകയും അതിനുശേഷം അതിൻ്റെ അകത്തെ കുറച്ച് കാര്യങ്ങളിൽ ഇളവ് കൊടുക്കുകയും അങ്ങനെ ഒരു അമെൻമെൻറ്റ് പോലെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓർഡറാണിത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു 10 നിയമങ്ങളിൽ പ്രധാനമായിട്ടും മെൻഷൻ ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. റഷ്യൻ ഹാംഫുൾ ഫോറിൻ ആക്ടിവിറ്റീസ് സാങ്ഷൻ റെഗുലേഷൻ. രണ്ടാമത്തത് ഉക്രൈൻ റഷ്യ റിലേറ്റഡ് സാങ്ഷൻസ് റെഗുലേഷൻ, CFR എന്ന് പറഞ്ഞാൽ കോഡ് ഓഫ് ഫെഡറൽ റെഗുലേഷൻ എന്നാണ്, മറ്റൊന്നുമല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാണ് അല്ലെങ്കിൽ ഒരു ഓർഡറാണ്. അത്രയും ചിന്തിച്ചാൽ മതി. അങ്ങനെ 10 ഓർഡറുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ അല്ലെങ്കിൽ ഉത്തരവാണ് ആദ്യത്തെ 2 എന്നുള്ളത്. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഒരു ഉപരോധം റഷ്യയുടെ മേലെ ഏർപ്പെടുത്തുകയാണ്. അപ്പോൾ അമേരിക്ക ആ ഒരു സർക്കുലറിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത് ലോകരാജ്യങ്ങൾ ആരും തന്നെ റഷ്യയായിട്ട് ഈ എണ്ണ ട്രേഡിൽ ഏർപ്പെടാൻ പാടില്ല അല്ലെങ്കിൽ മറ്റ് വ്യാപാരങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് അമേരിക്ക എങ്ങനെ ഇങ്ങനത്തെ ഒരു ഉത്തരവിറക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ സിംപ്ലി നിങ്ങൾ ചിന്തിക്കുക, നമുക്ക് പാകിസ്ഥാനുമായിട്ട് പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഓർഡർ ഇറക്കുകയാണ്, ഗവൺമെൻറ് തലത്തിൽ ഒരു ഓർഡർ ഇറക്കുകയാണ്, ലോകരാജ്യങ്ങളാരും പാകിസ്ഥാനുമായിട്ട് ഈ ഒരു ഡീലിൽ ഏർപ്പെടാൻ പാടില്ല എന്നും പറഞ്ഞ് നമ്മൾ ഓർഡർ ഇറക്കിയാൽ എങ്ങനെ ഇരിക്കും, അത് മറ്റു രാജ്യങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ള അവരുടെ ഇഷ്ടമല്ലേ. അതുപോലെ തന്നെയാണ് ഈ ഓർഡർ നിലനിൽക്കുന്നത്. അല്ലാതെ അമേരിക്ക ഈ ഓർഡർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ലോകരാജ്യങ്ങൾ അവരുടെ കീഴിലാകുകയോ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ നിയമം വഴി ഇത് പാലിക്കാൻ ബാധ്യസ്ഥരാകുകയോ ഒന്നുമില്ല.
ആ ഒരു ഓർഡർ മാത്രമാണുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു ഓർഡറിൽ ഇത് ഡീൽ ചെയ്യരുത് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. റഷ്യയായിട്ട് ആരും എണ്ണ വാങ്ങാനോ വിൽക്കാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കേട്ടുകൊള്ളുക. അതായത് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ അത് സൃഷ്ടിക്കുന്ന ഒരു പുകമറ എന്തെന്നാൽ, ഈ ഒരു ഓർഡർ പുറത്തു വന്നപ്പോൾ നമ്മളുടെ രാജ്യം റഷ്യയായിട്ട് എണ്ണ വ്യാപാരത്തിൽ ഏർപ്പെടുന്നില്ല എന്നുള്ളതാണല്ലേ. എന്നാൽ കേട്ടുകൊള്ളുക, നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. ഈവൻ ഈ ലേറ്റസ്റ്റ് ആയിട്ട് താരിഫുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, തർക്കങ്ങളൊക്കെ അമേരിക്കയായിട്ടുണ്ടായിരുന്നു. അമേരിക്ക 125% താരിഫ് കൂട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പോടാവില്ല ട്രംപ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ആ സമയത്ത് പോലും കുറവായിരുന്നു, റഷ്യ ആയിട്ടുള്ള ഡീല് കുറവായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്നായിരുന്നു. അതായത് നിലവിൽ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുണ്ട്, ഒരു രാജ്യങ്ങളും റഷ്യയായിട്ട് ഡീൽ ചെയ്യാൻ പാടില്ല, അവിടുന്ന് എണ്ണ മേടിക്കരുത്, വിൽക്കരുത്, വാങ്ങരുത് എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിയത് ആരുടെ കയ്യിൽ നിന്നാണ്? റഷ്യയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് ഏറ്റവും കുറഞ്ഞിരുന്ന സമയത്ത് പോലും, അതായത് ഈ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസമായിരുന്നു, അന്ന് പോലും നമ്മൾ 1 MBD അഥവാ 1 മില്യൺ ബാരൽ പെർ ഡേ, ഒരു ദിവസം നമ്മൾ 10 ലക്ഷം ബാരൽ റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത് റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കുറവാന്നേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് റഷ്യയുടെ കയ്യിൽ നിന്നാണ്. തൊട്ട് പുറമെ ഇറാഖ്, സൗദി, പിന്നെ UAE അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് നിലനിൽക്കുമ്പോഴും നമ്മൾ മേടിക്കുന്നില്ല എന്നാണോ വിചാരിക്കുന്നത്? അല്ല, നമ്മൾ റഷ്യ എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇനിയാണ് ഇവിടെ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഈ വീഡിയോയുടെ കാതലാണ്, അത് ശാന്തമായിട്ട് കേട്ടിരിക്കാൻ ശ്രമിക്കുക. അതായത് മറ്റ് പല വിഷയങ്ങളിലും നമുക്ക് അമേരിക്കയോട് പോടാ പുല്ല ട്രംപേ, നീ പോയി പണി നോക്കുക എന്നൊക്കെ തീർത്ത് പറയാൻ സാധിക്കുമെങ്കിലും ഈ എണ്ണ വിഷയം വരുമ്പോൾ നമുക്കത് നയതന്ത്രപരമായിട്ട് മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇതാണ് സത്യം. അതിൻ്റെ കാരണം എന്തെന്നാൽ അമേരിക്കൻ ഉപരോധങ്ങളാണ്. അമേരിക്കയ്ക്ക് ഡയറക്റ്റ് ഉപരോധം നടത്താൻ പറ്റാത്തപ്പോൾ അവർ സെക്കൻഡറി ആയിട്ടുള്ള സാങ്ഷൻസ്, ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമല്ലേ. മറ്റ് ഏതൊരു കാര്യത്തിലും എന്ത് തരം ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞാലും അതിനെ മറികടക്കാൻ നമുക്ക് പറ്റും. നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാമല്ലേ. പക്ഷേ ഈ ഒരു എണ്ണയുടെ വിഷയം വരുമ്പോൾ നമ്മൾ നിസ്സഹായരാണ്. അത് നമ്മളുടെ പ്രശ്നമല്ല, മറിച്ച് നമ്മളുടെ രാജ്യത്ത് എണ്ണപ്പാടങ്ങളില്ല. നമ്മൾ 90% എണ്ണ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് നിങ്ങൾക്കും പെട്രോളും ഡീസലും നമ്മളുടെ ഗ്യാസ് കുറ്റി എല്ലാം വേണം. ഒരുപാട് കമ്പനീസിന് ഫ്യൂൽ വേണം, നമ്മുടെ വിമാനങ്ങൾക്ക് പറക്കണം, എല്ലാത്തിനും നമ്മുടെ രാജ്യത്ത് ഇത് കൂടിയേ തീരത്തുള്ളൂ. അപ്പോൾ അടിസ്ഥാന പ്രശ്നം എന്നുള്ളത് എണ്ണപ്പാടങ്ങളില്ലാത്തതാണ്. അത് നമ്മളുടെ ആരുടെയും പ്രശ്നമല്ല, നമ്മുടെ ഭൂമിശാസ്ത്രമാണല്ലേ അത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വരുത്തിയേ മതിയാകത്തുള്ളൂ. ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ ട്രംപിന്, നല്ലൊരു ശതമാനം ബ്ലോക്ക് ചെയ്യാൻ ട്രംപിന് എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. അത്ര എളുപ്പത്തിൽ നമുക്ക് പോടാവില്ല എന്ന് പറയാൻ പറ്റില്ല, മറിച്ച് നയതന്ത്രപരമായിട്ട് മാത്രമേ ഈ ഒരു കാര്യം ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വലിയൊരു തെങ്ങും തോപ്പ് സ്വന്തമായിട്ടുണ്ട്, ആയിരക്കണക്കിന് തെങ്ങുണ്ട്, നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് വരുമാനം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്തെന്നാൽ അങ്ങോട്ട് പോകാൻ നിങ്ങൾക്ക് വഴിയില്ല. വേറൊരു വ്യക്തിയുടെ പുരയിടത്തിലൂടെയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെ വേണം നിങ്ങൾക്ക് പോകാനായിട്ട്. അങ്ങോട്ട് ലോറി കൊണ്ടുവരാനും തേങ്ങ കയറ്റാനും തിരിച്ചു കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്ഥലത്തുകൂടി വേണം നിങ്ങൾക്ക് പോകാനായിട്ട്. അദ്ദേഹം ഒരു നല്ല വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളോട് സൗമ്യമായിട്ടേ പെരുമാറുള്ളൂ. പൊക്കോ മോനെ എന്നും പറഞ്ഞിട്ട് എല്ലാം അനുവദിച്ചു തരും, അയാളുടെ സ്ഥലം തുറന്നു തരും, എല്ലാം ചെയ്തു തരും. പക്ഷേ ആ ഒരു സ്ഥലം മറ്റൊരു വ്യക്തി മേടിക്കുകയാണ്. ബൈഡൻ മാറി ഡൊണാൾഡ് ട്രംപ് വന്ന പോലെ ആ ഒരു സ്ഥലം മറ്റൊരു വ്യക്തി മേടിക്കാമെന്ന് വയ്ക്കുക. അയാൾ ആളിച്ചിരി പെശകാണ്, ഒരു മുരടൻ സ്വഭാവമുള്ള വ്യക്തിയാണ്. മാത്രമല്ല, നിങ്ങൾ തേങ്ങ പ്രധാനമായിട്ടും വെക്കുന്ന ആ കച്ചവടക്കാരനുണ്ടല്ലോ, ആ ഒരു നിങ്ങളുടെ തേങ്ങ എടുക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, അയാളുമായിട്ട് പുതിയ സ്ഥലത്തിൻ്റെ ഓണറിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ഓണർ പറയുകയാണ്, നിങ്ങൾ മൊത്തം അയാൾക്ക് വിൽക്കണ്ട, 50% ഞാൻ പറയുന്ന ആൾക്ക് വിൽക്കണമെന്ന് പുള്ളി പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പോടാവില്ലേ, എനിക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് വിൽക്കും എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. കാരണം പുള്ളിയുടെ സ്ഥലത്ത് കൂടി വേണം നിങ്ങൾക്ക് കംപ്ലീറ്റ് തേങ്ങ ട്രാൻസ്പോർട്ട് ചെയ്യാനല്ലേ. ലോറി പോകണമെങ്കിലും ഇനി നടന്നു പോകണമെങ്കിലും ഒക്കെ തന്നെ പുള്ളിയുടെ സ്ഥലത്തുകൂടെ മാത്രമേ വഴിയുള്ളൂ. നിങ്ങൾക്ക് മറ്റു മാർഗ്ഗങ്ങളില്ല. അതുകൊണ്ട് പോടാവില്ലേ, എനിക്ക് ഇഷ്ടമുള്ളവന് വിൽക്കും എന്ന് പറയാൻ നിങ്ങൾക്ക് അനുവാദമില്ല. മറിച്ച് നിങ്ങൾ എന്താ ചെയ്യുക? നയതന്ത്രപരമായിട്ട് ഇടപെടും. ചേട്ടാ അതങ്ങനെയല്ല, മറ്റേ ടീമെന്ന് പറഞ്ഞാൽ അത്രയും വില തരില്ല, ഇങ്ങേര് നല്ല വില തരും, മാത്രമല്ല നമുക്കൊരു 20% ചേട്ടൻ പറയുന്ന ആൾക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ധാരണയിലെത്താൻ മാത്രമേ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. ഇത് തന്നെയാണ് ഇന്ത്യയുടെ എന്നല്ല ലോക രാജ്യങ്ങളുടെ, യൂറോപ്യൻ രാജ്യങ്ങളുടെ പോലും അവസ്ഥ. ഇവിടെ തേങ്ങാപ്പുരയിടത്തിൻ്റെ ഓണർ എന്നുള്ളത് എണ്ണ മേടിക്കുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യ ആകട്ടെ, ചൈന ആകട്ടെ, യൂറോപ്യൻ രാജ്യങ്ങളാകട്ടെ, ഇവരൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ മേടിക്കുന്നുണ്ടല്ലോ. ഇനി ഈ സ്ഥലമുണ്ടല്ലോ, ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ട്രംപാണ്. ട്രംപും അമേരിക്കയാണ് ആ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഈ പുരയിടം എന്നുള്ളത് നമ്മൾ എണ്ണ മേടിക്കുന്ന സൗദി തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളാണ്. ഇനി ഇത് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന 80% ഓയിൽ ട്രേഡുകളിലും അമേരിക്കയ്ക്ക്
ശക്തമായിട്ടുള്ള മേൽക്കൈയുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്ത്യ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് എണ്ണ മേടിക്കുന്നുണ്ടല്ലോ. ഉദാഹരണം സൗദി അറേബ്യ എടുക്കുക. സൗദി അറേബ്യയിൽ നിന്ന് നമ്മൾ ബാരൽ കണക്കിന് എണ്ണ മേടിക്കുകയാണ്. നമ്മൾ അവർക്ക് പൈസ കൊടുക്കണമല്ലോ. ഏത് കറൻസിയിലാണ് പൈസ കൊടുക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യൻ റുപ്പിയിലാണോ? അല്ല. സൗദി റിയാലിലാണോ? അല്ല. മറിച്ച് നമ്മൾ ഡോളറിൽ, അമേരിക്കൻ ഡോളറിലാണ് നമ്മൾ ആ പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഇത് നമ്മൾ മാത്രമല്ല, ഇതേ സൗദി അറേബ്യയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ മേടിക്കാൻ നോക്കിയാൽ ശക്തമായിട്ടുള്ള യൂറോ എന്ന് പറയുന്ന കറൻസി അവരുടെ കയ്യിലുണ്ടല്ലേ, അത് കൊടുത്താലും പറ്റില്ല. അവരും അമേരിക്കൻ ഡോളർ തന്നെ സൗദിക്ക് കൊടുക്കണം. അതൊരു നിയമമാണ്, അതൊരു സിസ്റ്റമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ലോകത്തെ 80% ഓയിൽ ട്രേഡുകളും സെറ്റിൽ ചെയ്യപ്പെടുന്നത് അമേരിക്കൻ ഡോളറിലാണ്. അതായത് ഒരു രാജ്യം എണ്ണ വിൽക്കുമ്പോൾ അവർ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് അവരുടെ രാജ്യത്തെ കറൻസിയിൽ പോലുമല്ല, മറിച്ച് അമേരിക്കൻ കറൻസിയിലാണ്, അമേരിക്കൻ ഡോളറിലാണ്. ലോക എണ്ണ വ്യാപാരത്തിൻ്റെ 80% വരും ഈ ഒരു ഡോളർ സെറ്റിൽമെൻറ്റ് എന്നുള്ളത്. ഇനി ആണ് പ്രധാന കാര്യം എന്നുള്ളത്, നമ്മൾ സൗദിയിൽ നിന്ന് എണ്ണ മേടിച്ചു, നമ്മൾ ഡോളറിൽ പേയ്മെൻറ്റ് കൊടുക്കണം. നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മളൊരു നോട്ട് കെട്ടായിട്ടാണ് കൊടുക്കുന്നത്? ഒരിക്കലുമല്ല, ബാങ്ക് ട്രാൻസ്ഫറാണ് നമ്മൾ ചെയ്യുന്നതല്ലേ. നമ്മുടെ രാജ്യത്ത് നിന്ന് ഡോളർ, അമേരിക്കൻ ഡോളർ സൗദിയുടെ ആ ഒരു കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഇവിടെയാണ് അമേരിക്കയ്ക്ക് ശക്തമായിട്ടുള്ള ആധിപത്യം വരുന്നത്. ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡോളർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫൈനൽ അതോറിറ്റി എന്നുള്ളത് അമേരിക്കയാണ്. തീർച്ചയായിട്ടും ഒരു വ്യക്തി ഇന്ത്യൻ റുപ്പി ട്രാൻസ്ഫർ ചെയ്താൽ അതിൻ്റെ ഫൈനൽ അതോറിറ്റി നമ്മളാണ്, RBI ആണല്ലേ. ഇപ്പോൾ നമ്മൾ സൗദിയിലേക്ക് ഡോളർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ആദ്യം പോകുന്നത് ഒരു അമേരിക്കൻ സിസ്റ്റത്തിലാണ്. അമേരിക്കൻ ഫെഡറൽ റിസർവ് സിസ്റ്റമായിട്ടുള്ള സെൻട്രൽ ബാങ്ക് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, നമ്മുടെ RBI പോലെ എന്ന് കൂട്ടിയാൽ മതി. അവിടെ പോയിട്ട് അതിൽ നിന്നൊരു ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ, ഈ ഡോളർ ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ അത് സൗദിയുടെ അക്കൗണ്ടിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഒരു ഡോളറിൽ ഏത് രാജ്യമായിക്കോട്ടെ, നമ്മളായിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, ആഫ്രിക്ക ആയിക്കോട്ടെ, അവിടെ ഇരുന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് ഡോളർ അയക്കുകയാണ്. അത് ഈ അമേരിക്കൻ ബാങ്ക് വഴി, അമേരിക്കൻ സെൻട്രൽ ബാങ്ക് വഴി മാത്രമേ പോകത്തുള്ളൂ. അവിടുന്ന് ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ അടുത്ത ആൾക്ക്, നമ്മൾ അയക്കുന്ന ആൾക്ക് പോകത്തുള്ളൂ. അപ്പോൾ ലോകത്ത് 80% ട്രേഡുകളും ഡോളറിലാണ് നടക്കുന്നതെന്നിരിക്കെ 80% ഈ കോടിക്കണക്കിന് രൂപയുണ്ടല്ലോ അമേരിക്കൻ സെൻട്രൽ ബാങ്കിൻ്റെ ക്ലിയറൻസിലൂടെ മാത്രമേ പോകത്തുള്ളൂ. അതായത് നമുക്ക് ഡോളർ കൊടുക്കാതെ സൗദിയിൽ നിന്ന് മേടിക്കാനും പറ്റില്ല. ഡോളർ കൊടുക്കണമെങ്കിൽ നമുക്ക് അമേരിക്കയുടെ ഒരു ഈ ക്ലിയറൻസ് ആവശ്യമാണ്. ഇത് തന്നെയാണ് ആ തേങ്ങാപ്പുരയിടത്തിൻ്റെ ഉദാഹരണം പറഞ്ഞത്. ആദ്യം കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നുമെങ്കിലും ഇപ്പോഴും നിങ്ങൾക്ക് എളുപ്പത്തിൽ ബന്ധപ്പെടുത്താൻ പറ്റുമല്ലേ. അതായത് നമ്മൾ ആ തെങ്ങും തോപ്പായിട്ടുള്ള സൗദി എടുക്കുക, അവിടുന്ന് ഓയിൽ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, അതായത് ആ തേങ്ങ കയറ്റി ലോറിയിൽ ഇങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ വ്യക്തിയുടെ അനുവാദം വേണം. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെയാണല്ലോ വരുന്നത്. ആ വ്യക്തിയാണ് അമേരിക്ക. അമേരിക്കയുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവരിൽ നിന്ന് ഓയിൽ മേടിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് സിസ്റ്റം. നമുക്കെന്നല്ല, അത് യൂറോപ്പിനാണെങ്കിലും ആർക്കാണെങ്കിലും അമേരിക്കയില്ലാത്ത 2 രാജ്യങ്ങൾ ഡോളർ ട്രാൻസ്ഫർ ചെയ്താൽ, ബാങ്ക് ട്രാൻസ്ഫർ ചെയ്താൽ അതൊരു അമേരിക്കൻ സെൻട്രൽ ബാങ്കിൻ്റെ ആ ഒരു സിസ്റ്റത്തിൽ കയറി ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ അടുത്തൊരു വ്യക്തിക്ക് പോകത്തുള്ളൂ. ഇത് തന്നെയാണ് ആ ഒരു സ്ഥലത്തിൻ്റെ ഉടമയെ പോലെ ട്രംപിന് ഇവിടെയുള്ളൊരു മേൽക്കൈ, അമേരിക്കയ്ക്ക് ഇവിടെയുള്ള മേൽക്കൈ എന്ന് പറയുന്നത്. അത് വളരെ വളരെ ഭീകരമാണ്. നമുക്ക് ഡോളർ കൊടുക്കാതെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊന്നും എണ്ണ കിട്ടില്ല. അതങ്ങനെ, അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം കേട്ടോ. എങ്ങനെയാണ് സിസ്റ്റം വന്നതെന്നൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തീർത്തും തകരുന്നൊരവസ്ഥ വരും. 90% നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് മേടിക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും റഷ്യയിൽ നിന്ന് മാത്രം എടുത്താൽ പോരെ. റഷ്യയിൽ നിന്ന് മാത്രം എടുത്താൽ തികയൂല നമുക്ക് അത്രയും ക്വാണ്ടിറ്റി. കാരണം 130 കോടി ജനങ്ങളുടെ രാജ്യമാണ്, വലിയ സപ്ലൈ നമുക്ക് ആവശ്യമാണല്ലേ. അതുകൊണ്ട് തന്നെ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടൽ മാത്രമേ ഇവിടെ സാധിക്കൂ എന്നുള്ളതാണ്. ഇതൊരു തരത്തിലുള്ള സാങ്ഷനാണ്. ഈ ഒരു ട്രാൻസാക്ഷൻ ക്ലിയറൻസ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള കംപ്ലീറ്റ് ഓയിൽ ട്രേഡ് ഈ അമേരിക്കയ്ക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. 80% ഓയിൽ ട്രേഡും ബ്ലോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സത്യം. ഇനി അടുത്ത വേറെ സാങ്ഷൻസ് ഉണ്ട്. അതായത് ഈ ഒരു ഷിപ്പ്, ഈ എണ്ണ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഷിപ്പിൻ്റെ ഇൻഷുറൻസ് അമേരിക്ക എന്ന് എടുത്തതായിരിക്കും. മിക്കവാറും അമേരിക്കൻ കമ്പനീസൊക്കെയാണ് ഈ ഇൻഷുറൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഇൻഷുറൻസ് കുത്തനെ ഉയർത്താൻ അമേരിക്കയ്ക്ക് സാധിക്കും. പല പേയ്മെൻറ്റ് ഗേറ്റ് വേസും അമേരിക്കൻ കൺട്രോൾഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സെക്കൻഡറി സാങ്ഷൻസ്, അതായത് നേരിട്ട് പണി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പിലൂടെ പണി കൊടുക്കുന്നതാണ് ഈ സെക്കൻഡറി സാങ്ഷൻസ്, അല്ലെങ്കിൽ ആ ഒരു രണ്ടാം ഘട്ട ഉപരോധം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തിലെ 80% എണ്ണ വ്യാപാരം ഡോളറിലാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ടും ആ ഒരു ഡോളർ അമേരിക്കൻ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ ട്രാൻസ്ഫർ ആകൂ എന്നുള്ളത് കൊണ്ടും തന്നെ ഇത് അമേരിക്കയ്ക്ക് വലിയൊരു മേൽക്കൈയാണ്. മേൽക്കൈ എന്ന് പറഞ്ഞ ഒരു നീരാളിപ്പിടുത്തമില്ല, ഒറ്റ കൈ വെച്ച് ഇങ്ങനെ പിടിക്കുകയല്ല, ഒരുപാട് കൈവച്ചിട്ട് ഈ സിസ്റ്റത്തെ വലിഞ്ഞു മുറുക്കിയ പോലെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ നിലവിൽ വന്നത് വർഷം 1970 കാലഘട്ടങ്ങളിലാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സൗദി റിയാൽ പോലും അവർക്ക് വേണ്ട.
അതാണ് അതിൻ്റെ കോമഡി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡോളർ കൊടുക്കണം, ഡോളർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അമേരിക്ക വിചാരിക്കണം. നമ്മൾ എന്ത് ചെയ്യാനാണ്? നമ്മുടെ കുറ്റമല്ല ഇത്, അങ്ങനെ ആയിപ്പോയി ലോകത്തിലെ ഒരു സമ്പദ് വ്യവസ്ഥ എന്നുള്ളത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കും. ഇനി ആ ഉത്തരവിലേക്ക് നമ്മൾ ഒന്നുകൂടി വരുവാണെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഇങ്ങനെയുള്ള ആ ഒരു ഉപരോധം ഏർപ്പെടുത്തിയ ഉത്തരവുകൾ നിലവിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ഇന്ത്യ അതൊന്നും വകവയ്ക്കാതെ റഷ്യ എന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അറിയാതെയാണ് ഇവിടെ കുറേമാർ കിടന്ന് ചലിക്കുന്നത് കമൻറ്റ് ബോക്സിലോ അവിടെ ഇവിടെയൊക്കെ. വട്ട് എവർ ഇറ്റ് മേ ബി, നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ എടുക്കുന്ന റഷ്യ എന്നാണ്. ഇനി ആ ഉത്തരവ് പറയുന്ന പ്രകാരം നമ്മൾ അനുസരിക്കുന്നില്ല, അവർ വീണ്ടും ഒരു ഉത്തരവിറക്കുകയാണ്. ഇപ്പോൾ ഇറാന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഇന്ത്യക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ ഓയിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോർമൂസ് കടലിടുക്കൊക്കെ പൂർണ്ണമായിട്ടും അടച്ചൊരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഇളവ് കൊടുത്തിരിക്കുകയാണ്. ഇത്രയും കാലം ഞങ്ങൾ എല്ലാ രാജ്യങ്ങളെയും, അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളെയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വിലക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ വിലക്ക് കുറച്ച് നാളത്തേക്ക് ആ ഒരു ടൈം ലൈനൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാർച്ച് 5 മുതൽ ഏപ്രിൽ 4 വരെ, അതായത് ഒരു മാസത്തേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ കോമഡി എന്താണെന്നറിയാമോ? ആദ്യത്തെ ഉപരോധം ലോകരാജ്യങ്ങൾ, അതായത് ഇന്ത്യ ഉൾപ്പെടുന്ന ലോകരാജ്യങ്ങളാണ് കേട്ടോ, ലോകരാജ്യങ്ങൾ ആരും തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ പാടില്ല. പോടാവുന്ന ഞങ്ങൾ മേടിക്കുന്നു, നമ്മൾ മേടിച്ചുകൊണ്ടേയിരിക്കുന്നു. അടുത്ത എന്തോ ഉത്തരവിറക്കി, നമ്മളതിനൊരു വില പോലും കൊടുക്കുന്നില്ല. പിന്നെ ആർക്കാണ് ഇത്ര പ്രശ്നം? ഇവിടുത്തെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഈ കമൻറ്റ് ചെയ്യുന്ന വ്യക്തികൾക്കോ? നമ്മുടെ രാജ്യം ഒരു തരത്തിലും മൈൻഡ് ചെയ്യാതെ പോകുന്നൊരു കാര്യത്തെയാണ് നിങ്ങൾ ഇത്രത്തോളം ഊതിപ്പെരുപ്പിച്ച് നമ്മുടെ രാജ്യത്തെ മോശമാക്കുന്ന രീതിയിലൊക്കെ പടച്ചുവിടുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിൽ വയ്ക്കുക, ഓയിൽ ട്രേഡുമായി ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോടാപുല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ തേങ്ങാപ്പുരയിടത്തിൻ്റെ തന്നെ ഉദാഹരണം എടുത്താൽ മതി, ഏറ്റവും അടിപൊളി ഉദാഹരണമാണ്. കാരണം നിങ്ങൾക്ക് അവിടുന്ന് തേങ്ങ കൊണ്ടുവരാൻ മാർഗ്ഗമില്ല, അതുപോലെ തന്നെ നമുക്ക് സൗദി എണ്ണ കൊണ്ടുവരാൻ മാർഗ്ഗമില്ല. കൊടുക്കേണ്ടത് ഡോളറിലാണ്. ഡോളറിൽ കൊടുക്കണമെങ്കിൽ അമേരിക്ക വിചാരിക്കണം. ഇങ്ങനത്തെ ഒരു സിസ്റ്റം നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് നയതന്ത്രപരമായിട്ട് മാത്രമേ ഇടപെടലുകൾ നടത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴങ്ങി സംസാരങ്ങൾ ഉണ്ടാകണം. ഇറ്റ്സ് ലൈക്ക് എ ചെസ് ഗെയിം, ഒരു ചെസ് ബോർഡ് പോലെ മാത്രമേ നമുക്ക് നീങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇവിടുന്ന് രാജാവിനെ ചാടിക്കറി അവിടെ വെട്ടിക്കളയാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ സത്യം. എന്തായാലും ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥയും അതോടൊപ്പം തന്നെ ഈ ഒരു ഓയിൽ ട്രേഡുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ശക്തമായിട്ടുള്ളൊരു മേൽക്കൈ ഉണ്ട് എന്നൊരു വസ്തുത അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എളുപ്പത്തിൽ വെട്ടാൻ പറ്റുന്ന ഒന്നല്ലത്, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. നമുക്കെന്നല്ല, യൂറോപ്യൻ രാജ്യങ്ങൾക്കാണെങ്കിലും ചൈനയ്ക്കാണെങ്കിലും ആർക്കും പറ്റില്ല. കാരണം ഡോളറിലൂടെയാണ് ട്രേഡ് നടക്കുന്നത്. അതിനെ പറ്റിയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സ് എഴുതുക. കമൻറ്റ് ബോക്സ് എന്നുള്ള എപ്പോഴും ഒരു നല്ല ചർച്ചാവേദിയാണല്ലോ. പിന്നെ ഇപ്പോൾ മാർക്കറ്റൊക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൈസ പോകുമോ എന്നൊക്കെയുള്ള പേടിയുള്ളവർക്ക് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരത്തെക്കുറിച്ച് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ലാഭവും കിട്ടും. മാർച്ച് 16 വരെയാണ് നിങ്ങൾക്ക് NFL ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കും. അതായത് ഇനി വെറും 11 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. കൂടുതൽ മനസ്സിലാക്കാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡിലെ അത് സ്കാൻ ചെയ്താലും മതി. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി, സൈനിങ് ഔട്ട്.